ഞാൻ റഹീം പുള്ളി. പിന്നെ ഈ കണ്ണേറിലും കൊതികൂടലിലും വല്ല വാസ്തവമുണ്ട്. പിന്നെ പഞ്ചസാരയും പിന്നെ ഒരിക്കലും ചോദ്യകർത്താക്കളെ കൺട്രോൾ ചെയ്യുന്ന രീതി മുഖാമുഖങ്ങൾ നമ്മൾ സ്വീകരിക്കാറില്ല. ടൈം ഞങ്ങൾ നോക്കിയാൽ അറിയാം. നമ്മളാണെങ്കിൽ മുടിയളയാൻ വേണ്ടി വന്നാണ്. അപ്പൊ അതിന്റെ അടുത്ത് തൗഹീദുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതിലേറെ പ്രധാനമാണെന്ന് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കൊടുത്തത്. അത് പിന്നെ നിലവിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോമിലെ ഇഷ്യൂലേക്ക് ഇങ്ങനെ വന്നാൽ അത് എങ്ങനെ ഒരു 10 മിനിറ്റിന്റെ പരിപാടിയായിട്ട് കൈകാര്യം ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് അവസാനിച്ചൊരു വിഷയമാണ്. അതുകൊണ്ട് കേശവിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൊടുക്കുകയും വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് പേഴ്സണലി സംസാരിക്കാം. പ്രശ്നമല്ല, നിങ്ങൾക്ക് മാത്രം. ആ വിഷയം ക്ലിയറാക്കാൻ കുഴപ്പമില്ല. നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഉദാഹരണം സംഘടിപ്പിക്കുന്ന ആ വിഷയത്തിലൊക്കെ തന്നെയാണ്. അത് ഇൻഷാല്ലാ നിങ്ങൾക്ക് ഒരുപാട് സീഡികളിൽ അത് വന്നിട്ടുണ്ടെന്ന് ചോദിക്കാം. ഇൻഷാല്ലാ ഇനി അത് നിങ്ങളുടെ സംശയം മനസ്സിലായി, നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞതാണ്. അത് ഇൻഷാല്ലാ നമുക്ക് വേണമെങ്കിൽ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിക്കാം. ഇത്രയും ആളുകൾ സമയം നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. കണ്ണൂർ നമുക്ക് ഇൻഷാല്ലാ നവംബർ 9 മുഖാമുഖം ആ വിഷയത്തിൽ മാത്രമുണ്ട്. അന്ന് ഇൻഷാല്ലാ അത് ചോദിക്കുകയും ചെയ്യാം. ഇപ്പൊ നമ്മൾ മുടിയുമായി ബന്ധപ്പെട്ട വല്ലതുണ്ടെങ്കിൽ 10 ചോദ്യം വരട്ടെ. ഏകദേശം നമ്മുടെ നിയമപാലകർ നമുക്ക് തന്ന സമയം ആയിരിക്കുന്നു. 10 മണിയായി. ഏതായാലും എഴുതി കിട്ടിയ ചോദ്യം കൂടി ഉണ്ട്. അതുപോലെ പലമുടി അവസാനിപ്പിക്കാം. വേറെ ഇല്ലാത്ത നമ്മൾ പരിഗണിക്കാൻ വിചാരിച്ചതല്ല. അതുകൊണ്ട് ചോദിക്കാൻ ആരില്ല മനസ്സിലായതുകൊണ്ട് മാത്രം. അതായത് ഇത്തരം വിവാദങ്ങൾ, മുടിയുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രശ്നങ്ങൾ ഇത് നിയമപരമായി നേരിട്ടുകൂടേനാണ്. ഒരു കോടതി വഴിക്കോ നിയമപാലക വഴിക്കോ നേരിട്ടിട്ട് അങ്ങനെ ക്ലിയറാക്കി കൂടേനാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നിയമപരമായി നേരിടേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷെ നിയമപരമായി നേടുന്നതുകൊണ്ട് മാത്രം പൂർത്തിയാകുന്ന ഒന്നല്ല. കാരണം വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കൊണ്ടുവന്ന ഒരു മഹാതട്ടിപ്പ്, അതിന്റെ ദീനിയായ വശം ആളെ ബോധ്യപ്പെടുത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുള്ള മാർഗമാണ് ഇതെല്ലാം. കൂട്ടത്തിൽ മറ്റേതുമാകാം. പക്ഷെ അതുകൊണ്ട് മാത്രം ആളുകളുടെ മനസ്സിൽ നിന്ന് ഈ വിഷയം നീങ്ങണം എന്നില്ല. ഇപ്പൊ ഈ വിവാദത്തിൽ വന്നപ്പോൾ ഈ മുടിക്ക് സനദ് ഉണ്ടാക്കി കൊടുത്ത ആളാണ് സ്വാലിഹ് സഖാഫി എന്ന് പറയുന്ന വല്ലപ്പുഴക്കാരൻ. ഈ സ്വാലിഹ് സഖാഫിക്ക് അടക്കം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എന്താണ് ഉണ്ടാക്കിയത്? അദ്ദേഹത്തടക്കം സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരെ കുറിച്ച് പേടിയാണ് ആളുകൾ. ആ പേടിയെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. അത് സ്വാലിഹ് സഖാഫി തന്നെ പറഞ്ഞത് ഈ പുതിയ വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് കേൾക്കും, ഇത് കേൾപ്പിച്ചു. സ്വാലിഹ് സഖാഫിക്ക് അടക്കം ഇത് പേടിയായപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ഒരിക്കലും ഈ വിഷയത്തിൽ കുറ്റബോധം ഉണ്ടായില്ലേ? ഞാൻ പറഞ്ഞു, കുറ്റബോധമുള്ളത് കൊണ്ടാണ് ഈ വിഷയം ഇനിയെങ്കിലും നിങ്ങളെപ്പോലുള്ള സത്യാവസ്ഥ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ചിലരോടെങ്കിലും എനിക്ക് പറയണം എന്നുള്ളത് കൊണ്ട് നിങ്ങളോടെങ്കിലും ഈ വിഷയം എനിക്കൊന്ന് പറയാൻ തോന്നി, അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു. പക്ഷേ എന്റെ പേര് നിങ്ങൾ സമൂഹത്തിൽ വലിച്ചെടുക്കരുത്. കാരണം ഞാൻ ചെറിയ കുടുംബമായിട്ട് കഴിഞ്ഞുകൂടാണ്. മറുഭാഗത്തുള്ള ഉസ്താദ്, കാന്തപുര ഉസ്താദ് ശക്തനായ ഒരു നേതാവാണ്. സംഘടനാ വൈഭവത്തിൽ ആർക്കും വെല്ലാൻ കഴിയാത്ത വിധം അത് ഉസ്താദിന്റെ കഴിവും ആ പ്രാപ്തിയോട് തെളിയിച്ചതാണ്. അതുകൊണ്ട് ഉസ്താദുമായിട്ടൊന്നും ഏറ്റുമുട്ടാനുള്ള ശക്തി ഇത് പാവപ്പെട്ട സ്വാലിഹിനില്ല. അതുകൊണ്ട് എന്തോ ആകട്ടെ, അതൊക്കെ മടുത്തുകൊണ്ടാണ് ഞാൻ ഈ കടല് താണ്ടി ന്യൂസിലാൻഡിൽ വന്ന് ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയ സംബന്ധമായി എനിക്കറിയാൻ യാതൊരു താല്പര്യവുമില്ല, അതിന് ബന്ധപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. അല്ലാഹു എനിക്ക് പുറത്തുവരട്ടെ എന്നൊറ്റ വാക്കിൽ അദ്ദേഹം പറഞ്ഞപ്പോ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ പുറത്തിറക്കിയ ഒറ്റയ്ക്ക് ദുആ ചെയ്താൽ മതിയോ സ്വാലിഹ് സഖാഫി? ഇത് നമ്മൾ തിരുത്തണ്ടേ? നിങ്ങൾ പറഞ്ഞ ഈ സത്യം തിരുത്താനുള്ള ബാധ്യത നിങ്ങൾക്കും നമുക്കുമില്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മുട്ടുന്ന ഒരു സനദ്, അത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ സ്വാലിഹ് സഖാഫി എന്ന് ചോദിച്ചപ്പോ ആ നിഷ്കളങ്കനായ മനുഷ്യൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, നിഷാനെ, എന്നെ സംബന്ധിച്ച് എനിക്കിത് തിരുത്താനോ തിരുത്തിക്കാനോ ഉള്ളതോ കഴിവോ അതിനുള്ള പ്രാണിയോ ഇല്ല. അതേസമയം ഈ വിഷയമായി മുമ്പോട്ട് പോയി
തിരുത്തിക്കാൻ നിനക്ക് സാധിച്ചെങ്കിൽ അൽഹംദുലില്ലാ ഞാൻ 1000 വട്ടം പറയും. എന്റെ എല്ലാവിധ സഹകരണങ്ങളും നിനക്ക് ഞാൻ തരും ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാ അല്ലാഹുവിനെ മാത്രം തവക്കുലാക്കിക്കൊണ്ട് ഈ വിഷയ സംബന്ധമായി ഈ വിഷയം ഇരിക്കുന്ന കക്ഷികൾ ശക്തരും അതുപോലെ തന്നെ എല്ലാം തികഞ്ഞവരുമാണെന്ന ഉറച്ച ബോധ്യത്തോടുകൂടി തന്നെ ഈ വിഷയത്തിന് കൂടുതൽ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അന്ന് സ്വന്തം ദൃഢപ്രതിജ്ഞയെടുക്കുകയും ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം, പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ എന്ത് വേണമെങ്കിലും പറയാം, അന്ന് മുതൽ ഈ വിഷയ സംബന്ധമായി ആരംഭിച്ചു. അപ്പൊ നമ്മൾ ഇയാളാണ് സനത് ഉണ്ടാക്കിയാണ്, ഈ മുടിക്ക് സനത് വ്യാജമായി നിർമ്മിച്ചു കൊടുത്ത ആളാണ് സ്വാഹി സഖാഫി. പിന്നെ മനസ്സാക്ഷിക്ക് വന്നിട്ട് മൂപ്പർ ഇവര് നാട് വിട്ടു ന്യൂസിലാൻഡിൽ പോയി താമസിക്കായിപ്പോ അവിടുന്ന് ഈ ഫോൺ കോഡ്. അപ്പ ജിഷാൻ ചോദിച്ചല്ല ആ സമൂഹത്തോട് പറഞ്ഞൂടെ, അത് പറയാൻ മാത്രം എനിക്ക് ത്രാണില്ല. കാരണം AP ഉസ്താദ് വലിയ അധികാരം വലിയ പവറും സ്വാധീനമൊക്കെ ഉള്ള ആളല്ലേ, മൂപ്പരുമായി ഏറ്റുമുട്ടാൻ മാത്രം എനിക്ക് കഴിയില്ല. അപ്പൊ ഇതാണ് എന്റെ വസ്തുത. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ആ പേടിത്തകരണം, ഉസ്താദുമാരെ കുറിച്ചൊക്കെയും ഉസ്താദുമാരെ നടത്തുന്ന ആ വകവല്ല പ്രശ്നങ്ങൾക്ക് വരുമെന്ന ആശങ്കയെ ഇല്ലാതാക്കി അവസാനിപ്പിക്കണം, ഇല്ലാതാക്കി ശരിയായ റൂട്ടിലേക്ക് നീങ്ങണം. അല്ലാഹു لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ومن يشرك بالله فكأنه خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലോകം ഒരുപാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവര സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ശാസ്ത്ര വിഷയങ്ങളിലുമൊക്കെ വളരെയേറെ മുന്നോട്ട് പോയി എന്ന് അഹങ്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അറിവിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ കാര്യത്തിൽ
വളരെയേറെ മുന്നിട്ട് നിൽക്കുന്നു എന്ന് അഹങ്കരിക്കുന്ന ഇന്നത്തെ ലോകത്തിന്റെ സ്ഥിതി പഴയകാല ജാഹിലിയ കാലഘട്ടത്തേക്കാൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു റൂമിലിരുന്നു കൊണ്ട് ലോകമൊട്ടാകെ തന്റെ വിരൽത്തുമ്പിലൂടെ സഞ്ചരിക്കുവാൻ അറിവും വിദ്യയുമൊക്കെ നേടിയെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും മുമ്പിൽ പഞ്ചപുച്ഛമടക്കി വളരെയേറെ താഴ്മയോടെ വിനയത്തോടുകൂടി ഒരുപാട് ദൈവങ്ങളുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന അത്യന്തം വഷളായ ശോചനീയമായ സങ്കടകരമായ ഒരവസ്ഥയിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ എല്ലാ രംഗത്തും ഒട്ടേറെ ജാഹിലിയത്തുകളാണ് കൊടികുത്തി വാണിരുന്നത് എന്ന് നമുക്കറിയാം. അത്രമാത്രം ദുഷിച്ച വിശ്വാസരംഗത്തും സ്വഭാവരംഗത്തും ആചാരരംഗത്തുമൊക്കെ ദുഷിച്ചു പോയിരുന്ന ഒരു സമുദായത്തെ മഹാനായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ വചനങ്ങൾ ഓതിക്കൊടുത്തവരെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സംസ്കരിച്ചെടുക്കുകയായിരുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിയോഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് കാണാം, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ ലഫീ ളലാലിൻ മുബീൻ. ആരായിരുന്നു പ്രവാചകൻ? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin, അല്ലാഹു അവന്റെ മഹത്വമായി എടുത്തു പറയുകയാണ്. അല്ലാഹു അക്ഷരജ്ഞാനമില്ലാത്ത ജനതയ്ക്കിടയിൽ നിന്ന് ഒരു പ്രവാചകനെ നിയോഗിച്ചവനാണ്. എന്നിട്ട് ആ പ്രവാചകൻ യത്ലൂ അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ വചനങ്ങൾ ജനങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. വയുസക്കീഹിം, അങ്ങനെ അവരെ സംസ്കരിച്ചെടുക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് വിശുദ്ധ ഖുർആനും അതിന്റെ വ്യാഖ്യാനവും അത് മനസ്സിലാക്കുവാൻ ആവശ്യമായ സകല വിജ്ഞാനങ്ങളും അവിടുന്ന് പകർന്നു കൊടുക്കുന്നു. എങ്ങനെയുള്ള ഒരു ജനതയെയാണ് പ്രവാചകൻ നന്നാക്കിയെടുത്തത്? ഖുർആൻ അവരെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്, വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. പ്രവാചകനാൽ സംസ്കരിക്കപ്പെട്ട ജനവിഭാഗം റസൂലുള്ളാഹിയുടെ വരവിന്റെ മുമ്പ്, ഈ ദിവ്യ ദൃഷ്ടാന്തങ്ങൾ വചനങ്ങൾ കേൾക്കുന്നതിന്റെ മുമ്പ് അവർ വളരെയേറെ വ്യക്തമായ വഴികേടിലായിരുന്നു. വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു ജനതക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥമായ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഠിപ്പിച്ചു കൊടുത്തപ്പോ അവർ ലോകത്തിന്റെ മുമ്പിൽ മാതൃകാ പുരുഷന്മാരായി നല്ലവരായി മാറി. ആ ഒരു അവസ്ഥ മറന്നുപോയപ്പോ ലോകമൊട്ടാകെ ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാഴുകയാണ്. ഇത്രമാത്രം ജനങ്ങൾ പുരോഗമിച്ചു എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ അവരുടേതായ ആത്മീയ രംഗത്ത് എത്രമാത്രം അധപ്പതിച്ചു പോയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രകടമായ തെളിവുകളാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പത്രങ്ങളെല്ലാം കൊട്ടിഘോഷിച്ച, മീഡിയകളെല്ലാം അതീവ പ്രാധാന്യത്തോടുകൂടി വളരെ നേരം സംപ്രേഷണം ചെയ്ത മാതാമൃതാനന്ദമയി എന്ന് പറയുന്ന ഒരു അമ്മയുടെ മൗലികാഘോഷം. അമ്മന്റെ 50-ാം പിറന്നാൾ ആഘോഷിച്ചു എന്നാണ്. 50-ാം പിറന്നാൾ ആഘോഷിച്ച ആ ദൈവത്തിന് മൂത്രയിക്കാനും കക്കൂസ് പോകാനും പോലും നേരമില്ലാതെ ഭക്തജനങ്ങളെ കെട്ടിപ്പിടിക്കാനും ചുംബിക്കാനും തടവാനും തലോടാനും അനുഗ്രഹിക്കാനും ആ അമ്മ, ആ ദൈവം കിണഞ്ഞ് പരിശ്രമിക്കുന്നത്, പാടുപെടുന്നത് ഒരുപാട് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുവാൻ, ഒരുപാട് ആളുകളെ കോരിത്തെരിപ്പിക്കുവാൻ ഇവിടെയുള്ള സർവ്വ മീഡിയകളും ഒന്നിനൊന്നായി മത്സരിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെല്ലാവരും കണ്ടത്. ആത്മീയത
അതിന്ന് ലോകത്ത് ഒരു ചൂഷണ വ്യവസായമായി മാറിയിരിക്കുകയാണ്. ആളുകളെ പാട്ടിലാക്കുവാൻ, പണം പിടുങ്ങുവാൻ, തങ്ങളുടെ സർവ്വ തോന്യാസങ്ങൾക്കും ഒരു മറയായി വർത്തിക്കുവാൻ, മയക്കുമരുന്നിന്റെ വിപണനം നടത്താൻ, കൂട്ടിക്കൊടുപ്പിന്റെ കേന്ദ്രങ്ങളായി നടത്തുവാൻ, വേശ്യാവൃത്തി നടത്തുവാൻ, ലൈംഗികമായ പീഡനങ്ങൾക്ക് ഇരയാക്കുവാൻ, കൊലപാതകങ്ങൾ നടത്തുവാൻ എന്നിങ്ങനെ രാജ്യത്തുള്ള സകല മലീമസമായ അഴുക്കുചാലുകളുടെയും കൂത്തരംഗവും കേലിയിലംഗവും കേന്ദ്രവുമായി മാറിക്കൊണ്ടിരിക്കുന്ന ആശ്രമങ്ങൾ. എന്നിട്ടും രാജ്യത്തിന്റെ ഒന്നാമത്തെ പൗരൻ ഉൾപ്പെടെ, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ, പ്രധാനമന്ത്രി ഉൾപ്പെടെ പലരും തങ്ങളുടെ മകളുടെ പ്രായമുള്ള ഈ അമ്മയെ ജഗദ്ഗുരുവായി കാണാനും സ്നേഹത്തിന്റെ തീർത്ഥമായി അതുപോലെ തന്നെ അനുമോദിക്കുവാനും അവരുടെ കാല് കഴുകി തുടച്ചു കൊടുക്കുവാനും ക്യൂ നിന്ന ദയനീയമായ, വളരെയേറെ മോശമായ കാഴ്ചയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണ് ഈ ആൾദൈവങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്? ലോകത്തൊരുപാട് ആൾദൈവങ്ങൾ. മുടിജടക്കുത്തിയ വലിയ മുടിയനായി നടക്കുന്ന സായിബാബ, അയാൾക്കൊരാശ്രമം. മുമ്പൊരു കാലത്ത് നശിച്ചുപോയ മറ്റൊരുത്തരുണ്ട്, ആചാര്യ രജനീഷ്. ഓഷോ രജനീഷ് എന്ന പേരിൽ അറിയപ്പെട്ട, തന്റെ സാമ്രാജ്യത്തിൽ മുഴുവൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു നൂൽബന്ധം പോലും ശരീരത്തിൽ അണിയാതെ സർവതന്ത്ര സ്വാതന്ത്ര്യം നൽകി മനസ്സുകൾക്ക് വലിയ കുളിരും ആശയും പ്രദാനം ചെയ്ത ഓഷോ രജനീഷ് അവൻ ചത്തൊടുങ്ങിപ്പോയി. അതുപോലെ തന്നെ ഇന്നും ജീവിച്ചിരിക്കുന്ന പലരും, ചിലർ തങ്ങളുടെ പേരിന്റെ മുമ്പേ ഡബിൾ ശ്രീ ചേർത്തുകൊണ്ട് അവർ പറയുന്നു, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ സമാധാനം നൽകുന്ന ആളുകൾ. രാജ്യത്തുള്ള ഒരു മതങ്ങൾക്കും മനുഷ്യന് ശാന്തിയും സമാധാനവും നൽകാൻ കഴിയില്ല. ഞങ്ങളുടെ ആശ്രമത്തിൽ വന്ന് 2, 3, 4 നാളുകൾ കുടിയിരുന്ന് ഞങ്ങളുടെ ഭജനകളിൽ, യോഗകളിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന നിർവൃതി അനിർവചനീയമാണെന്നവർ കൊട്ടിഘോഷിക്കുന്നു. അവരുമായി ധാരാളം സമയം ഇന്റർവ്യൂ നടത്തുവാൻ മീഡിയകൾ മത്സരിക്കുന്നു. താടിയും ജടയുമൊക്കെ നീട്ടി, കാഷായ വസ്ത്രമണിഞ്ഞ്, രുദ്രാക്ഷമാലയും കഴുത്തിലണിഞ്ഞ് ഭാവഭാവങ്ങളോടുകൂടി നടക്കുന്ന ഈ കള്ളസന്യാസിമാരുടെ കേന്ദ്രങ്ങളിലേക്ക് മുസ്ലിം പേരുള്ള മന്ത്രിമാർ വരെ അവർക്ക് ആശ്വാസം ലഭിക്കുവാനെന്ന പേരിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ മതങ്ങളിലെയും ഈ ഒരു മേഖല ചീഞ്ഞളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആത്മീയതയെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി ജാതി മതഭേദമന്യേയുള്ള മുഴുവൻ ആളുകളും, അത് ആരുടെ ദൈവമായിരുന്നാലും, ആരുടെ കേന്ദ്രങ്ങളായിരുന്നാലും, ഏത് ജാതിക്കാരനായിരുന്നാലും, എത്ര മോശക്കാരനായാലും മോശക്കാരിയായാലും എല്ലാവരുടെയും കാൽക്കൽ ക്യൂ നിൽക്കുന്ന അത്യന്തം ദുരന്തകരമായ ഒരവസ്ഥയാണ് ഇന്ന് വലിയ സാംസ്കാരിക കേരളം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ രാജ്യത്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെ കെട്ടിപ്പിടിക്കാൻ, അവളെ ഒരു ദർശനം ലഭിക്കാൻ, അവരുടെ ഒരു തലോടൽ ലഭിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നവരിൽ തട്ടമിട്ട ഉമ്മമാരുണ്ട്. അതുപോലെ തന്നെ മാപ്പിള പേരുള്ളവരുണ്ട്, പലരുമുണ്ട്. ആ നിലക്ക് പല പ്രവർത്തനങ്ങളും ചെയ്യുന്നു. എല്ലാ തട്ടിപ്പുകാർക്കും ഒരു മറയായി അവരുടെ എല്ലാ ബ്ലാക്ക് മണികളെയും വൈറ്റാക്കുവാൻ അവർ കണ്ടിട്ടുള്ളത് ജീവകാരുണ്യ സ്നേഹമാണ്. അമ്മക്കും പറയാനുള്ളത് അതാണ്. ലക്ഷങ്ങൾ ചെലവുള്ള സർജറി ഇവിടെ ഫ്രീ ആയി നടത്തിക്കൊടുക്കുന്നു. ദരിദ്രന്മാർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു. അഗതികൾക്ക് ശരണം നൽകുന്നു. വിധവകൾക്ക് അത്താണിയായി വർദ്ധിക്കുന്നു എന്നിങ്ങനെ നെടുനീളം ലേഖനങ്ങൾ അവരെക്കുറിച്ച് മധുരകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ അമ്മ? ഈ ലോകത്തെ എല്ലാ ജാതി മതഭേദമന്യേ എല്ലാവരും വളരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, മാപ്പിളമാര് വരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ അമ്മ ആരാണ്? അമ്മയുടെ ഒരൽപ്പം ചരിത്രം ഒന്ന് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ ഓച്ചിറക്കടുത്ത വള്ളിക്കാവിൽ പറയക്കടവ് എന്ന കടലോര ഗ്രാമത്തിലാണ് 50 കൊല്ലം മുമ്പ് അമൃതാനന്ദമയി ദേവി ഒരു മുക്കുവക്കുടിയിൽ മനുഷ്യാകൃതി കൊണ്ട് ജനിച്ചത്. ദൈവം ജനിക്കൽ എന്നാൽ ജനിച്ചത് മുക്കുവറ്റിപ്പെണ്ണാണ്. എവിടെ? കൊല്ലം ജില്ലയിലെ ഓച്ചിറക്കടുത്ത വള്ളിക്കാവിൽ പറയക്കടവ് എന്ന കടലോര ഗ്രാമത്തിൽ 50 കൊല്ലം മുമ്പ് അവൾ ജനിച്ചു. 1953 സെപ്റ്റംബർ മാസം 27-നായിരുന്നു അത്. അങ്ങനെ അവൾക്ക് 41 വയസ്സ് പൂർത്തിയായപ്പോ അവളെ കുറിച്ച് ഒരു അത്ഭുതകരമായ പ്രശസ്ത പത്രം അവരുടെ ഒരു കറാമത്ത് ലോകസമക്ഷം അവതരിപ്പിക്കുകയാണ്. എന്താണ്? പരമശിവൻ പണ്ട് ഉപദേശിച്ചു കൊടുത്ത മന്ത്രശബ്ദം ഒരു ഞായറാഴ്ച പ്രഭാതത്തിൽ ആലപ്പാട്ട് കടപ്പുറത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു.
കാലം 1953 സെപ്റ്റംബർ മാസം 27-ാം തീയതി ദൈവം ജനിച്ചു വീഴുന്ന സന്ദർഭം പറയാണ്. എന്താണ്? രാവിലെ 9 മണി കഴിഞ്ഞിരിക്കുന്നു. സെപ്റ്റംബർ 27-ാം തീയതി 53 9 മണി കഴിഞ്ഞിരിക്കുന്നു. കാർത്തിക നക്ഷത്രത്തിലുള്ള ശുഭലഗ്നത്തിൽ ഇടമണ്ണയിൽ തറവാട്ടിൽ സുഗുണാനന്ദന്റെയും, ദൈവത്തിന്റെ അച്ഛന്റെ പേരാണ്, സുഗുണാനന്ദന്റെയും ദമയന്തി അമ്മയുടെയും മകളായി സുധാമണി പിറന്നു. ഇവള് സുധാമണിയാണ്, മുക്കുവത്തി സുധാമണിയാണ് ഇവള്. ആ ദമ്പതികളുടെ 4ാമത്തെ കുട്ടി പിറന്നു വീണയുടൻ കുഞ്ഞുങ്ങൾ കരയുക പതിവാണല്ലോ. പക്ഷേ സുധാമണി കരയുകയേ ഉണ്ടായില്ല. ഇവള് കരയുന്നില്ല. പിറന്നപ്പോ തന്നെ ചിരിയാണ്. ചുണ്ടിൽ ഒതുങ്ങിയ മന്ദഹാസവുമായി കരയാതെ അനങ്ങാതെ കിടന്നു. ആദ്യമായി ഭൂമി ദർശിച്ചപ്പോൾ തന്നെ ആ കുട്ടിയുടെ പാദങ്ങളിലും പ്രത്യേകതയുണ്ടായിരുന്നു. പത്മാസനത്തിൽ ഇരിക്കുന്നത് പോലെ കാലുമടങ്ങി പാദം നിവർന്ന് മലർന്നു കാണപ്പെട്ടു. കാലിങ്ങനെ മലർന്നിട്ടാണ് പത്മാസനത്തിൽ ഇരിക്കും പോലെ മുപ്പത്തിയേഴ് ഗർഭാശയത്തിൽ നിന്നിട്ട് പുറത്തേക്ക് ചാടിയിട്ടുള്ളത്. അങ്ങനെ കുട്ടിക്കുള്ളവർ ന്യൂനതയായി ഇക്കാര്യം മാതാപിതാക്കളെ ഏറെ ദിവസം അലോസരപ്പെടുത്തിയിരുന്നു. കുട്ടിക്ക് വികലാംഗയായി പോയല്ലോ എന്ന മാതാപിതാക്കൾക്ക് വലിയ ദുഃഖമുണ്ടായിരുന്നു. എന്നാൽ കുഞ്ഞിന് നല്ല നീലനിറമായിരുന്നു. എന്താ? കൃഷ്ണന്റെയും കാളിയുടെയും നിറത്തോട് സാദൃശ്യമുള്ള ദൂർവാള ശ്യാമള കോമളാംഗിയായ ആ കുഞ്ഞിനെ പല വൈദ്യന്മാരെയും കാണിച്ചു. അങ്ങനെ നീലനിറം പേടിക്കണ്ടാന്ന് പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നീലനിറമായി കറുപ്പായി. അങ്ങനെയാണ് ഇപ്പൊ അമ്മ കറുപ്പത്തിയായി. അങ്ങനെ കറുത്ത ദൈവം നീലയായിരുന്നു. അത് പിന്നെ അങ്ങനെ പറയാം. അത് ഏത് കുട്ടികളും തന്നെയാണ്. കറുത്ത നിറമുള്ളവരെയൊക്കെ പ്രസവിച്ചു കൊടുക്കുന്ന നീലപാന്യമായിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ കേൾക്കലാണ്. പിന്നെ അവരുടെ വലിയ കറാമത്തുകളിലേക്ക് എത്തുകയാണ്. ആശ്ചര്യവും അത്ഭുതകരവുമായിട്ട് അവരെ കാണിച്ച കുറെ കാര്യങ്ങളുണ്ട്. എന്താണ്? പെണ്ണ് കാണാൻ വരുന്നവരെയൊക്കെ 37 ഉപദ്രവിക്കും. അതിന്റെ പിന്നിൽ വേറെയും കഥകളുണ്ട്, ഞാൻ വിളിച്ച് പറയുന്നില്ല. കാരണം അതിന് വകകളുണ്ടായിട്ടുള്ളതാണ്. ദൈവത്തിന് കാമുകനുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട കാമുകന് വേണ്ടിയിട്ട് വേറെ ആരെയൊക്കെ എന്തൊക്കെയോ ചെയ്തു എന്നും അങ്ങോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ചെറിയ മകളിലേക്കാണ്. മൂന്നാമത്തെ പെണ്ണ് കാണലാണ്. ദൈവം ഇങ്ങനെ സുധാമണി ജനലിലൂടെ ഉലക്ക കൊണ്ട് ഇടിക്കാൻ ചെന്നു. ദൈവം ഇങ്ങനെ ഒലക്കയിലിങ്ങനെ ഒലക്കൊണ്ടിങ്ങനെ വരലിട്ടിട്ട് മറ്റേ മുളകിടിച്ചു. അങ്ങനെ ദൈവം ഇങ്ങനെ ഇത് ഇടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത മുറിയിൽ ചെറുക്കൻ വന്നിരിക്കുന്നു. കുഞ്ഞാണാൻ വന്നിരിക്കുന്നു. സുധാമണി ജനലിലൂടെ ഉലക്ക കൊണ്ട് ഇടിക്കാൻ ചെന്നു. കാണാൻ വന്ന ചെക്കനെ ജനലിലുള്ളപ്പോൾ സുധാമണി ഉലക്ക കൊണ്ട് ഇടിക്കാൻ ചെന്നു. അപ്പൊ അമ്മ വന്ന് പറഞ്ഞു, മോളെ ഞങ്ങളെ നാണം കെടുത്തരുതേ. അപ്പൊ സുധാമണിയും വിട്ടില്ല. ഉലക്കയും എടുത്തുകൊണ്ട് ചാടി കുറെ ലീലകളൊക്കെ കാണിച്ചു. വട്ട് സൈസ് കേട്ടോ. ഞാൻ ഇറങ്ങിയിട്ട് ഒലക്കി എടുത്തിന് 37 തുള്ളാൻ തുടങ്ങി. ദൈവാകണേ കടാമത്തിങ്ങനെ ഇങ്ങനെ ചാർജാൻ തുടങ്ങിയാണ്. വന്നവർക്ക് തൃപ്തിയായി. ഈ ഭ്രാന്തിയെ തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ചെറുക്കൻ ഇറങ്ങിപ്പോയി. അന്ന് രാത്രി എല്ലാവരും കേൾക്കെ സുധാമണി പറഞ്ഞു, എന്നെ കെട്ടിക്കാനെന്നും പറഞ്ഞ് ഇനി ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞാൻ വല്ല ഗുഹയിലും പോയി ഒളിച്ചിരിക്കും. വിവാഹാലോചനകളുടെ ഒരു ഘട്ടം അങ്ങനെ അവസാനിക്കുന്നു. ചില ദിവസങ്ങളിൽ കീർത്തനം പാടിക്കൊണ്ട് മുറിക്കകത്ത് നൃത്തം വെക്കും. ചിലപ്പോൾ താൻ തന്നെ കൃഷ്ണനാണെന്ന ഭാവം സുധാമണിക്ക് തോന്നും. മരത്തിൽ ചാടിക്കയറും. ദൈവം ചിലപ്പോൾ മരത്തിൽ ചാടിക്കയറും കുരങ്ങുന്ന പോലെ. അവിടെ ഇരുന്ന് കൃഷ്ണനെ പോലെ താരാട്ടും. താഴെ നിൽക്കുന്ന കൊച്ചുകുട്ടികൾ ബാലഗോപാലന്മാരാണെന്ന് തോന്നും. ഇങ്ങനെ വേറൊരു കറാമത്ത് 82-ൽ മറ്റൊരു കറാമത്ത്. ഒരു രാത്രി കടലോര ഗ്രാമമായ ആലപ്പാട് പഞ്ചായത്തിലെ പറയക്കടവിൽ താമസിക്കുന്ന 17 വയസ്സുള്ള സുധാമണി എന്ന പെൺകുട്ടി അയൽ വീട്ടിൽ ഭജനക്ക് പോയി. ഭജന നടത്തുമ്പോൾ അപസ്മാരബാധ പോലെ അവൾ ഉറഞ്ഞു തുള്ളി. നൃത്തം പഠിച്ചിട്ടുള്ള സുധാമണി കൃഷ്ണനായും ദുർഗയായും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു. ഭക്തജനങ്ങളുടെ കൂട്ടമായി സമ്പന്ന കുടുംബങ്ങളിലെ ചെറുപ്പക്കാർ പറയക്കടവിലേക്ക് ആകൃഷ്ടരായി. 17 ഇങ്ങനെ അഴിച്ചാടി തുള്ളുമ്പോ ചെറുപ്പക്കാർ ആകൃഷ്ടരാകുന്നതിലൊരു സംശയമല്ല. അക്കൂട്ടത്തിൽ ചന്തു എന്ന ചെറുപ്പക്കാരൻ ഈവണ്ണാമലയിൽ വെച്ച് പരിചയപ്പെട്ട അമേരിക്കക്കാരനായ ഒരു സായിപ്പ് പറയക്കടവിലെത്തി. ഇങ്ങനെ കാണില്ലേ, സായിപ്പന്മാരും ലോകരാഷ്ട്ര നേതാക്കന്മാരൊക്കെ ഇവരൊക്കെ എത്താണ്ടായ സാഹചര്യം അറിയില്ല. ഒരു സായിപ്പ് ആദ്യമായിട്ട് ഇവളെ കണ്ടതാണ് നൃത്തം വെക്കുന്നത്. തുടർന്ന് വേറെ സായിപ്പന്മാരും അങ്ങോട്ട് ആകർഷിക്കപ്പെട്ടു. സായിപ്പന്മാരുടെ വരവോടെയാണ് സുധാമണി എന്ന പെണ്ണ് മാതാ അമൃതാനന്ദമയിയാകുന്നത്. അതിനുശേഷം ഉന്നതരായ പലരും പള്ളിക്കാവിലേക്ക് ചേക്കേറി.
അങ്ങനെയാണ് നമ്മുടെ സുധാമണി എന്ന മുക്കുവത്തി പെണ്ണ് ആരാകുന്നത്? മാതാ അമൃതാന്തമയ്യാകുന്നത്. പിന്നെ രാജ്യത്തൊട്ടാകെ മുപ്പത്തിയേക്ക് സ്വീകരണമായി. അങ്ങനെ ആദ്യമായിട്ട് 87 37 വേറെ എടുക്കുമ്പോൾ വിദേശ സന്ദർശനത്തിന് പോകുമ്പോൾ ഒരു പത്രക്കാരും തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ പൈസ കൊടുത്തിട്ടാണ് എല്ലാ പത്രത്തിലും ഇങ്ങനെ അമ്മ വിദേശയാത്ര പോകുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കൊടുത്തത്. ഇപ്പൊ എല്ലാ പത്രക്കാരും അവരുടെ ദർശനം ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അന്ന് പൈസ കൊടുത്തിട്ട് പരസ്യം കൊടുത്ത അമ്മയുടെ എല്ലാ കറാമത്തും എഴുതാനിപ്പം എല്ലാവരും മുൻപന്തിയിലും. പണ്ട് പിന്നെ മലയാളത്തിൽ ഇന്ത്യ ടുഡേ ആരംഭിച്ചപ്പോ അന്നവരെ ഇതൊക്കെ കള്ള ദൈവങ്ങളാണ്, ഇതൊക്കെ ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങളുടെയൊക്കെ പിന്നാലെ പോകുന്നത് വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്ത ആളുകൾ പിന്നെ മാപ്പ് എഴുതിയിട്ട് പറയണത് ഇവിടെ ഒരു ആത്മീയ സാമ്രാജ്യം ഉയർന്നു വന്നതിൽ ഏറെ അതിശയിക്കാനില്ല. പിന്നെ ആത്മീയ സാമ്രാജ്യത്തിന്റെ ഇച്ചില്ലമായി മാറി അമ്മ. എന്തേന്നറിയോ? പണഷ്ടമാളി അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിലും ഒരു കാലത്ത് ഒരു കറാമത്തിനെ എതിർത്ത ആളുകൾ പണം കിട്ടാന്ന് പിന്നെ കിട്ടും, ഇങ്ങോട്ട് മാറും. ഞങ്ങളുടെ നാട്ടിലുണ്ട് പുലാമന്തോളില് ഒരു ചങ്ങാതി ഒരു ശൈത്താൻ, വെള്ളിമാട് കുന്നിലെ ശൈഖ് അറിയപ്പെട്ടത് ഒരു മുഹമ്മദ് പോയ അയാൾ നിസ്കരിക്കൂല, നോമ്പൊരുക്കൂല, താനി കള്ളനാണ്. താനി കള്ളൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് പെണ്ണുങ്ങൾ കടലിൽ കൊടുക്കാനും തിരുമ്മി കൊടുക്കാനും കൊടുമുപ്പര് കായത്തും പരിവിട്ട് ഇന്നമൽ മുമ്മിനോട് യസുവ എല്ലാ സഹോദരന്മാരാണ് മുമ്മിനിങ്ങളൊക്കെ. അതുകൊണ്ട് ആർക്കും പ്രശ്നമില്ല. ഈ നിലക്കുള്ള എല്ലാ കള്ളത്തിലും ചെയ്തിട്ട് അന്ന് അതിനൊരു കൂട്ടം മൂല്യന്മാരൊക്കെ എതിർത്തു. പക്ഷേ ഇവിടെ നല്ലോണം വരുമാനം ഉണ്ടായപ്പോ മൂല്യന്മാരെ ഏറ്റെടുത്തു. ഇപ്പൊ എന്റെ നാട്ടിൽ എന്റെ പഞ്ചായത്തിലാണിത്. ഇപ്പോഴാ സമസ്തന്റെ മുഷാവറ മെമ്പർമാര് വരെ മൂപ്പന്റെ ദർഗയിൽ ആ ശവം കുഴിച്ചിട്ടിടത്തിങ്ങനെ കാവലിരുന്ന് അവിടുത്തെ ഉറൂസിനും കൊടിയേറ്റത്തിനും ആണും പെണ്ണും ഒന്നിച്ചുള്ള കൂത്താട്ടത്തിനുമൊക്കെ സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരുടേതായ എല്ലാ രൂപത്തിലുള്ള സഹായ സഹകരണങ്ങളും ഇന്ന് ആ ജാറത്തിന്റെ ദർഗക്ക് ഇയാൾ മരിച്ചപ്പോ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് ആ സ്ഥലത്തിന് വലിയ ഒരു ആത്മീയ പരിവേഷം ചാർത്തിയിട്ട് ഇന്ന് അവരാഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതുവന്നാലി ബീവിയുടെ ജാറം ആദ്യം തുടങ്ങുമ്പോൾ എല്ലാവർക്കും എതിർപ്പായിരുന്നു. എന്തേ? അത് കടലിൽ നിന്ന് അടിഞ്ഞ ഏതോ ഒരു ശവം എന്തിനാ ഇതിന്റെ പിന്നാലെ പോകുന്നത് എന്നാ പറഞ്ഞത്. പിന്നെയോ ഉരും പേരറിയില്ല, ശുഹുറത്തൊട്ടും കൂടവില്ല, ബഹുമാനർ നിറഞ്ഞുള്ള നാട് ഇത്, വെളിയങ്കോട്ടും ഒരു കവി കുഞ്ഞിമരക്കാർ ഷഹീദോരും ബഹുമാനരൊക്കെ പെറ്റ നാട്. പിന്നെ എന്റെ കറാമത്തെ ഇത് തുടങ്ങി. ഊരേതാന്നറിയില്ല, പേരേതാന്നറിയില്ല, കടലിൽ നിന്ന് കിട്ടിയ ഈ ചീഞ്ഞളിന്റെ ശവം ഏതോ ഒരു ഹരിജനത്തിന് കള്ളും കൊടുത്തിട്ട് അയാളെ കൊണ്ട് കുഴിച്ചു മൂടിയതാ. പിന്നെ നോക്കുമ്പോ സമസ്തക്കാർക്കും അത് നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാര കേന്ദ്രമായിട്ടാണ് മാറി. നോക്കണം നിങ്ങൾ. ഇപ്പൊ പറയണത് മുനമ്പത്തി ബീവിയുടെ ജാറം അനന്യ സാധാരണമായ കറാമത്തുകളാൽ അഭീഷ്ട സിദ്ധിക്ക് ഫലപ്രസിദ്ധിക്ക് പേര് കേട്ട മുനമ്പത്ത് ഫാത്തിമത്ത് സുഹറയുടെ ജാറം സന്ദർശിക്കുക, അനുഗ്രഹീതരാവുക എന്ന് പറഞ്ഞിട്ട് നെടുനീള ലേഖനങ്ങൾ, പരസ്യങ്ങള് ഇപ്പൊ മുസ്ലിയാക്കന്മാരുടെ പത്രങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മതത്തിലുണ്ട്, എല്ലാരും ചെയ്യുന്നുണ്ട് ഈ തട്ടിപ്പ്. ഇന്ത്യ ടുഡേക്കാരന് അന്ന് ഈ ആൾദൈവം കള്ളദൈവമാണെന്ന് പറഞ്ഞിട്ട് കോടികൾ അങ്ങോട്ട് ഒഴുകിയപ്പോ 37 ഉണ്ടായി. ആ ആശ്രമമൊക്കെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ കേന്ദ്രമായി മാറി. ഈ നിലക്കുള്ള തട്ടിപ്പുകൾ ലോകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ആണത്തിന് ആരൊക്കെ പോണ്ട്? നമ്മുടെ അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞറിയോ? എനിക്ക് സമാധാനം, വല്ലാത്തൊരു സമാധാനം അമ്മന്റെ അടുത്താൻ പോയത്. അമ്മന്റെ അടുത്താൻ പോയാൽ മുപ്പർക്ക് വല്ലാത്ത സ്വൈരക്കേടില്ല. ലോകത്തുള്ള എല്ലാ മാപ്പിളാരെയും എല്ലാ ഗൾഫുകാരുടെയും നെഞ്ചത്തിനാല് ഇടി തന്ന് നിങ്ങളൊക്കെ ഞാൻ ഒരു വരുതിയിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കേരളീയ തൊഗാടിയായിട്ട് വിരസുന്ന മൂപ്പരിക്ക് ഇപ്പൊ സമാധാനം കുറച്ച് കുറവുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ മൂപ്പര് പോയിച്ച് പറയണം, വല്ലാത്തൊരു സമാധാനം. അമ്മനൊന്നാണ് കെട്ടിപ്പിടിച്ച പോലത്തെ മൂപ്പരിക്ക് പറയുന്നോ? അമ്മയുടെ അരികിൽ എത്തുമ്പോൾ എന്തൊരു ശാന്തിയാണ് മനസ്സിനുണ്ടാവുക. നമ്മുടെ ആന്റണി സാർ പറയുന്നത്, ഈ പിടിച്ച മനസ്സുകൾക്ക് അമ്മ ആശ്വാസം പകരുന്നു. തീ പിടിച്ച മനസ്സല്ലപ്പോ, കാരണം കോൾ ചെയ്തപ്പോ കോൾ നിരീക്ഷിക്കുകയാണ്. അപ്പോ തീ പിടിച്ച മനസ്സിനൊരു വല്ലാത്ത ആശ്വാസം. മനസ്സ് അംഗപരിതാൻ അമൃതപുരിയിൽ എത്തുമ്പോൾ അനുഭവപ്പെടുന്ന കുളിർമ വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവില്ല. നമ്മുടെ ആന്റണി സാറിന്റെ ഏറ്റവും വലിയ അവിടുത്തെ പോയപ്പോഴുള്ള ഒരു മനസ്സിന്റെ വല്ലാത്തൊരു സന്തോഷം. വേറെ പൊന്ന് പറയണേ, ലീലാവതി പൊന്ന് പറയണേ, മൃതാന്തമയി ദേവിയോട് പ്രാർത്ഥിക്കുമ്പോഴുള്ള പ്രത്യേകത, അമ്മയുടെ കാരുണ്യത്തിൽ വിശ്വസിച്ച് അകലെയിരുന്ന് പ്രാർത്ഥിച്ചാലും ഒരു വിശ്വ മനസ്സുള്ള അമ്മ അതറിയും എന്നുറപ്പിച്ച് അമ്മയ്ക്ക് ഹിതമായ മാനുഷ സേവയിലൂടെ അമ്മയെ പൂജിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ വലിയ വലിയ എഴുത്തുകാര്, ചിന്തകന്മാര്, നടക്കാനെങ്കിലും വയ്യാത്ത നമ്മുടെ വാജ്യപേയി സാറും നീങ്ങി വന്ന് കെട്ടിപ്പിടിച്ചു. ആന്റണി സാറൊന്ന് മുക്കി, അതുപോലെ തന്നെ അദ്വാനിജി മുക്കി, എല്ലാവരും മുക്കിക്കോട്ടെ. അതൊക്കെ ഓരോരുത്തരും സ്വാതന്ത്ര്യം.
അതൊക്കെ ഓരോരുത്തരും സ്വാതന്ത്ര്യം ചെയ്തോട്ടെ, എല്ലാ ദൈവങ്ങളുടെ പിന്നാലെ കള്ളദൈവങ്ങളുടെ പിന്നാലെ പോയിക്കോട്ടെ. പക്ഷേ ഈ മാപ്പിള പെണ്ണുങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് മാസിക എഴുതുന്ന മാപ്പിള മാനേജ്മെന്റിന്റെ കീഴിലുള്ള ആളുകൾ ഈ അമ്മയെ മനുഷ്യന്റെ എല്ലാ നീറുന്ന പ്രശ്നങ്ങൾക്കും അത്താണിയായി പരിചയപ്പെടുത്തിയാലോ അതൊരു മുസ്ലിമിന് സഹിക്കാൻ പറ്റുമോ? അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? രാഷ്ട്രീയാണ് ആരും ദയവായി വിചാരിക്കരുത്. ഈ കാണുന്ന സാധനം മഹിളാ ചന്ദ്രികയാണ്. മഹിളാ ചന്ദ്രിക എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ പത്രം നമുക്കറിയാം. രാഷ്ട്രീയം പറയല്ല, ആര് ചെയ്താലും തെറ്റ് ചെയ്താലും അത് ശക്തമായി പ്രതികരിക്കും. അത് ആർക്ക് ഇഷ്ടമായി എന്നുള്ളത് നമുക്കിവിടെ വിഷയമല്ല, നമുക്കൊരു രാഷ്ട്രീയമല്ല. നമ്മുടെ രാഷ്ട്രീയം ഇസ്ലാമാണ്, എല്ലാ നിലക്കും ഇസ്ലാമികമായ നിയമങ്ങൾ തന്നെയാണ്. പിന്നെ വോട്ട് ആർക്ക് ചെയ്യുന്നു അത് ചെയ്യാതിരിക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല. ഇവിടെ നമുക്ക് ഏറ്റവും വലിയ വിഷയം എന്താണ്? ഈമാനിന്റെ കളങ്കം ചാർത്തുന്നത് ആരെഴുതി വിട്ടാലും നമ്മൾ പ്രതികരിക്കും. ഇത് മഹിളാ ചന്ദ്രിക എന്ന് പറഞ്ഞാൽ ചന്ദ്രികന്റെ വായനക്കാരികളായ മുസ്ലിം പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ? ഈ ലക്കങ്ങൾ നോക്കുമ്പോൾ ഇതിൽ മുസ്ലിങ്ങൾക്ക് വേണ്ട ഒന്നുമില്ല. ഇതിന് സ്ത്രീ ഇസ്ലാമിലുള്ള ലേഖനന്റെ പേരിൽ ബാക്കിയൊക്കെ ഓണം സ്പെഷ്യലാ. ഇത് അങ്ങനെ കാണിക്കുന്നില്ല, ക്യാമറയിൽ ഇങ്ങനെ വരില്ല. ഇതിങ്ങനെ അതിന്റെ മുഖയിത്ര ഒരു വലിയ സിനിമാതിരി. എന്നിട്ട് പിന്നെ ഓണ വിഭവങ്ങൾ ഇവിടെ കാക്കാത്തിമാരൊക്കെ ഇങ്ങനെ ഓണപ്പായസം ഉണ്ടാക്കാനും അതിലിങ്ങനെ പൂവിടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു ഓണം സ്പെഷ്യലാണ്. എന്നിട്ട് ഇത് കണ്ടോ, എന്താ സ്നേഹഗായിക ഈ അമ്മ നോക്കണം. അമ്മന്റെ മൗലൂദാണ്. മൗലൂദാവുമ്പോ ഗദ്യം ഉണ്ടാവും, പദ്യം ഉണ്ടാവും. ശരിക്കും ഉണ്ട്, ഞാൻ കേട്ടുണ്ട്, വായിച്ചു തരാം. എന്താണ് എല്ലാവരും ഇങ്ങനെ എഴുതിയ നമ്മൾ എഴുതിയില്ലെങ്കിൽ മോശമല്ലോ വിചാരിച്ച് എഴുതിയാണ്. മാതാമൃതാനന്ദമയി എന്ന അമ്മ ഇന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്നു. ലോകം മുഴുവനും അവൾ അറിയപ്പെടുന്നു. ശരി, ഒരു സന്യാസിനി എന്നതിനുപരി, ഇനി ശ്രദ്ധിച്ചോ, ഒരു സന്യാസിനി എന്നതിനുപരി മനുഷ്യ മനസ്സിലെ നീറുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും അവയ്ക്ക് ശാന്തി മന്ത്രങ്ങളോതി അമ്മ പരിഹാരം കാണുന്നു. അമ്മയുടെ സാന്ത്വനങ്ങൾ ഏത് കൊടിയ വിഷമസന്ധികളെയും തരണം ചെയ്യാൻ പര്യാപ്തമായവയാണെന്ന് ബോധ്യമായതിനാലാണ് ലോകം മുഴുവനും അവർക്ക് അംഗീകാരവും ബഹുമാനവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അനിർവചനീയമായ സ്നേഹധാരയാണ് അവരിൽ അന്തർലീനമായ സവിശേഷത. തസ്കരനാകട്ടെ മുഷ്കരനാകട്ടെ തന്മുന്നിലമ്മക്കരൂമ മക്കൾ നിന്നിക്കിലും അഭിനന്ദിക്കിലും സ്നേഹനിഷ്യന്തിയാണെന്നും എന്റെ അമ്മ. അമ്മന്റെ മൗലൂദാണ്, അമ്മന്റെ അസ്സൽ മൗലൂദാണ്. എന്താ പറയുന്നല്ലോ, തസ്കരനായാലും മുഷ്കരനായാലും തന്മുന്നിൽ അമ്മക്ക് അരുമ മക്കളാണ്. ഏത് കള്ളനും കൊള്ളക്കാരനൊക്കെ അമ്മന്റെ മജിലിസിൽ വന്നാൽ അമ്മക്ക് അവരൊക്കെ അരുമ മക്കളാണ്. നിന്ദിക്കിലും അഭിനന്ദിക്കിലും സ്നേഹനിഷ്യന്തിയാണെന്നും എന്റെ അമ്മ. ഈ വരികളിൽ മാതാ അമൃതാനന്ദമയി എന്ന അമ്മ എന്താണെന്ന് കവി വരച്ചു കാട്ടുന്നു. ഒന്നുമില്ലാത്തവരോടാണ് അമ്മയ്ക്കെന്നും സ്നേഹം. ഈ സ്നേഹധാര കള്ളന്മാരിലും കൊള്ളക്കാരിലും മാനസാന്തരത്തിന്റെ വിത്തുകൾ മുളപ്പിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ വള്ളിക്കാവ് എന്ന കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന സുധാമണി എന്ന പെൺകുട്ടി പിന്നീട് ലോകമറിയുന്ന സ്നേഹപ്രതീകമായതിന്റെ പിന്നിൽ ത്യാഗത്തിന്റെയും അർപ്പണബോധത്തിന്റെയും വളരെ സുദീർഘങ്ങളായ ഒട്ടേറെ കഥകളുണ്ട്. ഒരുപാട് ജിഹാദ് നയിച്ചിട്ടല്ലേ ഇവർ വലിയ അമ്മയായി മാറിയത്. സുധാമണി അമ്മയായതിന്റെ പിന്നിൽ ഒരുപാട് ത്യാഗത്തിന്റെ കഥകളുണ്ട്. എന്നിട്ട് പിന്നെ അവരുടെ ഒരുപാട് മൗലികളാണ്. ഗുജറാത്തിൽ ഇത്ര വീടുണ്ടാക്കി കൊടുത്ത്, ഇത്ര ആളുകൾക്ക് ഓപ്പറേഷൻ ചെയ്ത് കൊടുത്ത്, അവിടെ ഇത്ര വീടെടുത്ത് എല്ലാ ആനുകൂല്യം കിട്ടുന്നവരൊക്കെ വാങ്ങിക്കൊള്ളു. ഇവിടെ വിഷയമല്ല, പക്ഷെ ഒരു ആദർശം വാങ്ങണ്ടാന്നാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് പിന്നെ അവസാനം പറയുന്നുണ്ട്, നോക്കണം, സ്നേഹത്തിന്റെ മതം ഉദ്ഘോഷിച്ച് മനുഷ്യരുടെ തീവ്രവേദനകൾ സ്വയം ഏറ്റുവാങ്ങി ജീവിക്കുന്ന മാതാമൃതാനന്ദമയി മാറാരോഗികൾക്കും ദാരിദ്ര്യത്തിൽ ആണ്ടുമുങ്ങിയവർക്കും ഏറെ ആശ്വാസമാണ്. തീർന്നില്ല, നല്ലത് മാത്രം ചിന്തിക്കുകയും, ലേഖനം അവസാനിക്കുകയാണ്, നല്ലത് മാത്രം ചിന്തിക്കുകയും നല്ലത് മാത്രം പറയുകയും നല്ലത് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇത്തരം അമ്മമാർ ഒന്നുമില്ലാത്തവന്റെ അവസാന അത്താണിയാണ്. എല്ലാവരുടെയും അവസാന അത്താണിയാണ് ഈ അമ്മ. ധാര എഴുതിവിടുന്നത് ഏതോ ഒരു അവസ്ഥ കൊണ്ട് അവരുടെ മകൻ ഇരിക്കുക. ഇസ്ലാമ സ്വന്തം പാർട്ടിയുടെ പേരിൽ മുസ്ലിം എന്നുള്ളത് ഒഴിവാക്കിയിട്ട് കാണുന്നതൊക്കെ എഴുതാണ്. ഈ തോന്നിയാ എഴുതി വിടുക, എന്നിട്ട് ആ ദൈവങ്ങളുടെ പിന്നാലെ പോകാൻ പ്രേരിപ്പിക്കുക. ഇത് വായിക്കുന്ന ആളുകളെന്ന് വിചാരിക്കും അവസാനത്തെ അത്താണിയാണ്. ഇതുവരെ എല്ലാവർക്കും അവസാനത്തെ അത്താണി നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള അവസാനത്തെ അത്താണി കൊടപ്പനക്കൽ തറവാടായിരുന്നു. പാണക്കാട്ടെ കണ്ണന്മാരുടെ വീടായിരുന്നു എന്നാ പരിചയപ്പെടുത്തിയത്. അവസാനത്തെ അത്താണി ദേവി അമ്മയാ.
മാതാമൃതാന്തമയ്യ രാഷ്ട്രീയമാരും വിചാരിക്കരുത് ഇത് മതവുമായി ബന്ധമുള്ളതാണ്. ഏത് രാഷ്ട്രീയക്കാരനുണ്ടല്ലോ ഇസ്ലാമിന്റെ ആശയങ്ങളെ കൊഞ്ഞനം കുത്തിയാൽ അവനെ എതിർക്കാനുള്ള ഒരു മനസ്സാക്ഷി ഏതൊരു മുസ്ലിമിനുണ്ടാണ്. അത് കഴിഞ്ഞുള്ള രാഷ്ട്രീയം മതി, അതിൽ കഴിഞ്ഞുള്ള രാഷ്ട്രീയം മതി. ദീനിനെ കൊച്ചാക്കുന്ന ഇവർക്കൊക്കെ ഒരു തൗഹീദിന്റെ ഒരു ലേഖനം പത്രത്തിലേക്ക് എഴുതാൻ കൊടുത്താൽ എഴുതി കൊടുക്കാൻ ഒന്ന് പ്രസിദ്ധീകരിച്ചു വരാൻ എത്ര മടിയാണെന്നറിയോ? മറിച്ച് ഏത് തോന്നിയാസത്തിന്റെയും പിന്നാലെ പച്ചപ്പൊടി കാണിക്കാൻ ആളുകൾ പിന്നാലെ പോകുക. അത് രാഷ്ട്രീയമാണ് പേരില്ല. രാഷ്ട്രീയ എന്ത് തോന്നിയാസാവാണ്? മന്ത്രിമാർ അല്ലെങ്കിൽ തന്നെ പോയി ഈ വാർ അവസാനിച്ചിട്ടില്ല, ഒട്ടുതൊട്ട ഈ വാരം തീർന്നിട്ടില്ല. ഇവിടെ ഒരു മന്ത്രി വേറൊരാൾ നിലവിലൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു മന്ത്രി അതിന് മാതൃകയാക്കിയത് ഞാനത് കൊടുത്തൂല എന്ന് പറഞ്ഞു. ആൺകുട്ടിയാണ് എഴുതി. അങ്ങനത്തെ ഒരുമില്ലേ അവരുടെ കൂട്ടത്തില്, ആളുകളുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ഒരുമില്ലേ? എന്നൊന്നും കൊടുത്തില്ല, അങ്ങനെ മാതൃക കാണിച്ചു. അങ്ങനെ പലരും പല നിലക്കും. അപ്പൊ ഇതിങ്ങനെ ഓരോരുത്തർക്ക് ഇവരുടെ പിന്നാലെ പോയിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കും. അപ്പൊ ഇതിങ്ങനെ ഓരോരുത്തർക്ക് ഇതിങ്ങനെ തോന്നുകയാണെന്ന് എന്താ ഇതിന് കുഴപ്പം? എന്താണ് ഇപ്പൊ അവിടെ ഒരു പ്രശ്നം? അപ്പൊ അങ്ങനെ ചിലര് ആ ലീഗുകാരുടെ പത്രത്തിൽ അങ്ങനെ വന്നു എന്നുള്ളതുകൊണ്ട് ലീഗ് വിരോധമുള്ള വേറൊരു വിഭാഗം സുന്നികൾ പറയുകയാണത് അങ്ങനെ തന്നെയാണ് ഇവര്. ഞങ്ങളാരാ? എന്നാ പിന്നെ ഇവരെ സ്ഥിതി എന്താ? ഇവര് തലയിലേക്ക് നടക്കുന്ന CM ഇബ്രാഹിം ഉണ്ടല്ലോ, മൂപ്പര് അമ്മന്റെ മുമ്പ് പോയിട്ട് ബറക്കത്ത് വാങ്ങുന്ന ഫോട്ടോ ഒന്ന് കണ്ടോളിങ്ങൾ. ഇവരിങ്ങനെ ഒരിക്കൽ രാഷ്ട്രീയം, നമ്മൾ രാഷ്ട്രീയം പറയില്ല, ഒരിക്കൽ രാഷ്ട്രീയ ലാഭം നോക്കിയിട്ട് അവർ വിമർശിക്കുന്നത് കേട്ടത്. ആരായി നിൽക്കുന്നത്? ഇതാ നമ്മുടെ CM ഇബ്രാഹിം, അല്ലെങ്കിൽ ഇങ്ങേപ്പുറത്ത് ദേവഗൌഡ, ഇങ്ങേപ്പുറത്തിതാ നമ്മുടെ മുഖ്യമന്ത്രി സുധാമണി. അനുഗ്രഹം വാങ്ങാൻ മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. മാതാമൃതാനന്ദമയി അവരുടെ മുമ്പിൽ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, അന്നത്തെ പ്രധാനമന്ത്രി HD ദേവഗൌഡ, സിവിൽ ഏവിയേഷൻ വകുപ്പ് മന്ത്രി CM ഇബ്രാഹിമും പ്രധാനമന്ത്രിയുടെ മകൻ കുമാരസ്വാമി MP-യും അമ്മയുടെ അനുഗ്രഹം സ്വീകരിക്കുന്നു. എത്ര ഭക്തിയിലാണ് അങ്ങനെ അമ്മന്റെ മന്ത്രി. സകല തോന്നിയാസ് ഓരോരുത്തരുടെയും മുമ്പിൽ ഓരോരുത്തരും പോയിട്ട് ചെയ്യാണ്. ഇങ്ങനെ എന്തൊക്കെയാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഓരോരുത്തരും അവരവർ തോന്നിയതെങ്ങനെ വടക്കട്ടിലേക്ക് ഒരാൾ കേട്ടോ കേട്ടോ വരെ പഠിപ്പിച്ചു കൊടുക്കണം നേതാക്കന്മാർക്ക്. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈമാനുള്ള മനുഷ്യന്മാർക്ക് അവരുടെ ഹൃദയത്തിന് സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നത് ആ ദൈവങ്ങളുടെ മുമ്പിൽ പോയി യോഗത്തിരുന്നാലല്ല, അവരുടെ മുമ്പിൽ പോയിട്ട് വറക്കത്തിന് വേണ്ടി പഞ്ചപുച്ചമടക്കി നിന്നാലല്ല, അവരോട് വല്ല കാര്യത്തിനും പറഞ്ഞാലല്ല, മറിച്ച് അലാ അറിഞ്ഞുകൊള്ളണം ബിദിക്രില്ല അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ് ഹൃദയങ്ങൾക്ക് അടക്കം ലഭിക്കുന്നത്. ആശ്വാസം ലഭിക്കണമെങ്കിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത, ആ ചിന്തയാണ് ഇന്ന് ലോകത്ത് നിന്ന് നഷ്ടപ്പെട്ടത്. നോക്കണം നിങ്ങൾ, ഈ CM ഇബ്രാഹിം എന്ന് പറഞ്ഞ മൂപ്പരിക്ക് എന്താ വെച്ചാൽ മൂപ്പരിക്ക് എല്ലായിടത്തുനിന്നും അനുഗ്രഹം വേണം. മൂപ്പര് വിചാരിച്ചെന്ന് വെച്ചാൽ മൂപ്പര് പറഞ്ഞു CM മടവൂരും അമ്മയ്ക്ക് രണ്ടും അനുഗ്രഹം കൊടുക്കണോ തന്നെയാണ്. കാരണം ഈ സമതിയത്ത് വിശ്വസിക്കാൻ ഞാൻ മതി. സമതിയത്താണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ മടവൂര് എന്ത് വിചാരിച്ചു? CM ഇബ്രാഹിം വിചാരിച്ചു അത് അമ്മന്റെ അടുത്തും പോകാം, അനുഗ്രഹം വാങ്ങാം, പിന്നെ CM മടവൂരിന്റെ അടുത്തും പോകാം. ഇത് മടവൂർ CM വലിയുല്ലാഹിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മദ്ഹബ് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ അവസാന പേജിൽ കാണാം CM ഇബ്രാഹിം മന്ത്രിയായത് ഇയാൾ അനുഗ്രഹം വാങ്ങിയിട്ടാണ്. അപ്പൊ വലിയ നല്ല ഒറിജിനൽ നല്ല കുബൂലിയാണ്, മനസ്സിലായല്ലോ. ഒറിജിനൽ കുബൂലിയാണ്. അപ്പൊ അതുകൊണ്ട് മറ്റൊരു ചാക്കിലിങ്ങനെ മറ്റുള്ളണ്ട നിങ്ങളുടെ ആൾക്കാർ BJP എവിടെയിരുന്നു നിങ്ങളെ ഈ നടുനീളം നാക്ക് വിമർശിക്കാൻ കഴിയണം. അപ്പോൾ നിങ്ങൾ മുൻ കർണാടക മന്ത്രി CM ഇബ്രാഹിം സാഹിബിനെ
ശൈഖുനയോടുള്ള കടപ്പാട് വളരെ വലുതാണ്. ഇത് പറയുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് പത്രിക സമർപ്പിച്ച വിവരം ശൈഖുനയോട് പറഞ്ഞപ്പോൾ നിങ്ങൾ മന്ത്രിയാകും എന്നായിരുന്നു ശൈഖുനായുടെ പ്രതികരണം. മടവൂർ വന്ന് ഞാൻ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തിട്ട് നിങ്ങൾ മന്ത്രിയാകും എന്നല്ല ഒരു നിങ്ങൾ മന്ത്രിയാകും എന്നാ മന്ത്രിയാകും. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അദ്ദേഹം ജയിച്ചു, പക്ഷേ പാർട്ടി തോറ്റിരുന്നു. മന്ത്രിയാകാൻ മൂപ്പര് ജയിച്ചു, പക്ഷെ പാർട്ടി തോറ്റിട്ട് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ശൈഖുനയെ സമീപിച്ച് തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്ത് മന്ത്രിയാവാനുള്ള സാധ്യതയില്ലെന്ന് പറഞ്ഞപ്പോൾ ശൈഖുന പറഞ്ഞു, പിന്നെ പ്രായം വന്നിട്ട് പറഞ്ഞു, മന്ത്രിയാവാനുള്ള സാധ്യതയില്ലല്ലോ, ഞാൻ ജയിച്ചെങ്കിലും പാപ്പ മറ്റേ നമ്മുടെ പാർട്ടി തോറ്റിട്ടുണ്ട്. അപ്പോ സി എം മടവൂർ എന്താണ്, ഞാൻ നിങ്ങളെ മന്ത്രിയാക്കിയിരിക്കുന്നു, ഞങ്ങളെ മന്ത്രിയാക്കിയിരിക്കുന്നു. എന്ത് മറുപടി പറയണമെന്നറിയാതെ അദ്ദേഹം തിരിച്ചുപോയി. അന്ന് ജനതാ പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് കർണാടക അസംബ്ലിയിൽ എത്തിച്ചേർന്ന ഇബ്രാഹിം സാഹിബ് കോൺഗ്രസ് മന്ത്രിസഭയിൽ എത്തിച്ചേർന്നത് യാദൃശ്ചികമായിട്ടായിരുന്നു. ജനതാ പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് കോൺഗ്രസിൽ ചേർന്ന അദ്ദേഹം മന്ത്രിയാവുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ശൈഖുനയെ സന്ദർശിച്ചപ്പോൾ ശൈഖുന പറഞ്ഞു, ഞാൻ മന്ത്രിസ്ഥാനം തന്നു, ഞാനത് തിരിച്ചെടുത്തു. അതിന്റെ പൊരുൾ ഇബ്രാഹിം സാഹിബിന് മനസ്സിലാക്കാൻ 2 മാസം വേണ്ടി വന്നു. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടിയും വന്നു. മന്ത്രിസ്ഥാനം കൊടുത്ത് ഞാൻ മന്ത്രിയാക്കടാ, പിന്നെ ഞാൻ മന്ത്രിയാക്കി ഒഴിവാക്കടാ. കുറച്ച് കഴിഞ്ഞേക്ക് മൂപ്പരെ പിരിച്ചുകൊണ്ടും ചെയ്തു. മൂപ്പരയുടെ യാത്ര കഴിഞ്ഞ് നമ്മൾക്ക് മൂപ്പര് മന്ത്രിയല്ലായിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വലിയ CM വലിയുടെ മുമ്പിൽ വന്നിട്ട് എപ്പോഴും ഇങ്ങനെ കറാമത്ത് ചാർജ് ചെയ്ത് പോയി അനുഗ്രഹം വാങ്ങുന്ന ആളാണ്. അപ്പൊ മൂപ്പർക്ക് തോന്നി, എന്താപ്പോ CM ഒരു സമതല്ലാന്ന് വിശ്വസിച്ച് അതിന് ചുരുക്കൊന്നല്ലോ, അതിന് അമ്മനെ കുറിച്ച് പോയോക്കാം. അങ്ങനെ അമ്മന്റെ അടുത്ത് മന്ത്രി ദേവഗൌഡന്റെ കൂടെ തന്നെ പോയി അനുഗ്രഹം വാങ്ങി. ഇവരൊക്കെ തകരാറെന്താണെന്നറിയോ, ഇവര് പറഞ്ഞ് ജനങ്ങൾക്ക് ശരിക്കും ദീന് പഠിപ്പിച്ചില്ല. ജനങ്ങൾക്ക് ദീന് പഠിപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചപ്പോൾ ഇവര് പറഞ്ഞത്, ആരെയും വിളിച്ചോ, കല്ലിനെയും വിളിച്ചോ, ഖബറിനെയും തേടിക്കോ, അമുസ്ലിമാകട്ടെ മുസ്ലിമാകട്ടെ ആരായിരുന്നാലും പരമമായ അനുഗ്രഹദാതാവാന്ന് വിശ്വസിക്കാൻ ഞാൻ മതി. ഇത് ഈ പരമമായ അനുഗ്രഹദാതാവ് സ്വയം കഴിവുള്ള, സ്വയം കേൾവിയുള്ള, സ്വയം കാഴ്ചശക്തിയുള്ള, സ്വയം ഒരാളിൽ നിന്നും ഒരു കഴിവും കിട്ടാതെ സ്വന്തമായി എല്ലാത്തിനും കഴിവുള്ള സ്വമതാണ് എന്ന് ഒരാളെ കുറിച്ച് വിശ്വസിച്ചാലല്ലാതെ ശിർക്ക് വരുന്നതല്ല എന്നങ്ങോട്ട് പഠിപ്പിച്ചപ്പോ എല്ലാവർക്കും തോന്നിപ്പോയി, കാര്യം കിട്ടുന്നത് നോക്കിയാൽ മതി, എവിടെയും പോയിക്കൂടെ. അങ്ങനെയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു ഹാജിയാർക്ക് മുമ്പ് തോന്നിയത്. കുഞ്ഞില്ലാതെ അയാൾ ഒരുപാട് ദർഗയിലേക്ക് നേർച്ച നോക്കി, കുഞ്ഞില്ലാതെയായി. അവസാനം അയൽപക്കത്തുള്ള ഒരു മുസ്ലിം സഹോദരൻ വന്നിട്ട് പറയുന്നു, ഹാജിക്കാൻ നിങ്ങൾ ഒരുപാട് സ്ഥലത്തേക്ക് നേർച്ചയാക്കിയല്ലേ, ഇനി ഗുരുവായൂർ അമ്പലത്തിലേക്കൊന്ന് നേർച്ചയാക്കി നോക്കൂ, കിട്ടിയാലൊരു കുട്ടിയല്ലേ, പോയാലൊരു വാക്കല്ലേ എന്ന് പറഞ്ഞപ്പോ ഹാജിയാരതിൽ വീണുപോയി. ലബ്ബൈക്കലിൽ ഹജ്ജ് നിർവഹിച്ച ഹാജിയാർക്ക് തോന്നിപ്പോയി, ഇതും ഒന്ന് ചെയ്തുകൂടെ. കാരണം തന്റെ മുസ്ലിംമാര് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നോ, ഇലാഹാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മതി, സ്വമതാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മതി, സ്വയം കഴിവുള്ള റബ്ബാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മതി, അള്ളാഹുവിനെ പോലെ സ്വന്തമായി കഴിവുള്ള ശക്തിയാണെന്ന് കരുതാൻ ഞാൻ മതി, ആരോടും പ്രാർത്ഥിക്കാം, ആരോടും സഹായം ചോദിക്കാം. ശിർക്കല്ലെന്ന് ബോധ്യമായപ്പോൾ നേർച്ചയാക്കി. പടച്ചറമ്പുരാന്റെ പരീക്ഷണമായിരുന്നു. അയാൾക്കൊരു കുഞ്ഞു പിറന്നു. അയാൾ പൂവൻ പഴം കൊണ്ട് ഗുരുവായൂരിൽ പോയി നന്ദി പ്രകാശനമായിട്ട് തുലാഭാരവും നടത്തി. നോക്കണം, എന്തും ചെയ്യാൻ സമതായിക്കൂടാ. സമതാൻ വിശ്വസിക്കാമായി ഈ ലോകത്തൊരൊറ്റ മുശ്രിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഉണ്ടാവില്ലല്ലോ. കാരണം എന്താ, നിങ്ങൾക്കൊക്കെ അറിയാം, മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. وَلَئِنْ سَأَلْتَهُمْ مَنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ لَيَقُولُنَّ خَلَقَهُنَّ الْعَزِيزُ الْعَلِيمُ. ആകാശഭൂമികളെ ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അള്ളയാണെന്ന് അവർ പറയും. മഴ വരുന്നത് അള്ളയാണെന്ന് അവർക്കറിയാം. എല്ലാ അനുഗ്രഹങ്ങളുടെയും പരമോന്നതമായ പീഠം, പരമോന്നതമായ കേന്ദ്രം അല്ലാഹുവിങ്കൽ നിന്നാണെന്ന് മക്കയിലെ മുശ്രിക്കുകൾക്കും അറിയാം. എന്നാൽ ഇവർക്ക് അല്ലാഹു നൽകുന്ന കഴിവാണെന്നാണ് അവർ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون.
إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുകയും ഇവിടെ വിനിയോഗിക്കുന്ന ഈ സമയം നാളെ പരലോകത്ത് പ്രതിഫലാർഹമായ ഒരു അമലായി സ്വീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ദൗറത്തുൽ ഇൽമിയ്യ എന്ന നമ്മുടെ ഈ പഠന ക്ലാസ് പരമ്പരയിൽ ഇന്ന് ത്വലബുൽ ഇൽം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇൽമിന്റെ ഫളൽ എന്താണ് എന്ന് വളരെ വിശദമായി തന്നെ ഖുർആനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ മുഫസ്സിരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇൽമുൽ സലാം എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കി. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും അഫ്ദലായ കാര്യം അത് ദീനിയായ ഇൽമാണ്, മതപരമായ ഇൽമാണ്, ഖുർആനിലും സുന്നത്തിലുമുള്ള വിജ്ഞാനമാണ്. അത് പണ്ഡിതന്മാർ അത് ഉൾക്കൊള്ളുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. ഇൽമു തേടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ലോകത്തുള്ള പ്രപഞ്ചത്തിലുള്ള സകലരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇൽമു നേടുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത് ഇത് സംബന്ധമായ കുറെ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത്. അതൊന്നുകൂടി മുദാക്കറ ചെയ്യണം, മുതാലഅ ചെയ്യണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അതിനോടനുബന്ധമായിക്കൊണ്ട് നിർബന്ധമായും ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇൽമിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് ത്വലബുൽ ഇൽമ്, ഇൽമ് ത്വലബ് ചെയ്യേണ്ട വിഷയം, അറിവ് അന്വേഷിക്കൽ, അറിവ് തേടേണ്ടത് എങ്ങനെയാണ്, നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഇൽമ് നേടിയത് എങ്ങനെയാണ്, ഇൽമിന്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തു. ഇൽമു നേടുന്നതിന് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മളെ പഠിപ്പിച്ചത് ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമീൻ എന്നുള്ളതാണ്. അറിവ് നേടുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഹദീസിന്റെ അർത്ഥവും അതിന്റെ വ്യാഖ്യാനവും പണ്ഡിതന്മാർ നൽകിയത് എന്താണ് എന്നുള്ളത് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. എന്താണ് ത്വലബ്? ത്വലബുൽ ഇൽമി എന്നാണല്ലോ, അത് നിർബന്ധമാണ് എന്നാണ്. ത്വലബ് എന്നുള്ളതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വ്യാഖ്യാനം ഒരു കാര്യം അന്വേഷിക്കുന്നതിന്, ഒരു കാര്യം ലഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെതായ കാരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന്റെ എല്ലാവിധ കഴിവുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് നേടുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ത്വലബ് എന്നുള്ളതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വ്യാഖ്യാനം. സഅയ് എന്നുള്ളതാണ് കഠിനമായ പരിശ്രമം. അതിൻ്റെതായ അതിന് നിശ്ചയിക്കപ്പെട്ട മാർഗങ്ങൾ ഏതാണോ ആ നിശ്ചയിക്കപ്പെട്ട മാർഗങ്ങളിലൂടെ കഠിനമായി പരിശ്രമിച്ച് അത് നേടുന്നതിനാണ് ത്വലബ് എന്ന് പറയുന്നത്. വെറും ഒരു അന്വേഷണമല്ല എന്നർത്ഥം. അതിനല്ല ത്വലബ് എന്ന് പറയുന്നത്. ഉദ്ദേശിക്കുന്ന സാധനം ഏതാണോ, വസ്തു ഏതാണോ, കാര്യം ഏതാണോ, അത് നേടുന്നതിന് വേണ്ടി, അത് ആർജിക്കുന്നതിന് വേണ്ടി, അത് ലഭിക്കുന്നതിന് വേണ്ടി കഠിനമായ പ്രയത്നം നടത്തുക, പരിശ്രമിക്കുക, അതിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് ത്വലബ് എന്നുള്ളതിന് പണ്ഡിതന്മാർ നമുക്ക് നൽകുന്ന വ്യാഖ്യാനം.
സലഫുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ന് നമ്മുടെ കൈകളിൽ ലഭ്യമുള്ള തഫ്സീറുകൾ, ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ, ഹദീസുകൾ, അതേപോലെ തന്നെ ചരിത്രത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം തന്നെ അത് ഏത് വിഷയവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാകട്ടെ, അതിന്റെ പിന്നിൽ ആ പണ്ഡിതന്മാർ നിർവഹിച്ച അതിമഹത്തായ ത്യാഗത്തിന്റെ ഫലമാണ് ഈ ഗ്രന്ഥങ്ങൾ എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇൽമ് എന്നുള്ളത് ഒരിക്കലും വെറുതെ ലഭിക്കുന്ന ഒന്നല്ല. ഇൽമ് നേടണം എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും. കാരണം അത്രത്തോളം പൊതുവിലുള്ള ഈ ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ അനന്തരമായി വിട്ടേച്ചു പോയ ഒന്നാണല്ലോ ഇൽമ്. ആ ഇൽമ് എന്നുള്ളത് അത് നേടണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ആഗ്രഹം കൊണ്ട് മാത്രം നേടാൻ സാധിക്കുന്ന ഒന്നല്ല ഇൽമ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ യഹ്യ ബിൻ അബീ കസീറിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം ഈ ഇൽമിനെ കുറിച്ച് സംസാരിക്കുന്ന ഈ